ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് BSNLൻ്റെ പുതിയൊരു സ്കീമായിട്ടുള്ള സർവത്ര എന്ന് പറഞ്ഞ ഒരു പദ്ധതിയെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ തന്നെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ന്യൂസുകളിലൊക്കെ വരുന്നുണ്ട് സർവത്ര. അതായത് രാജ്യത്ത് എല്ലായിടത്തും അല്ലെങ്കിൽ നമ്മളെവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ BSNL ബ്രോഡ്ബാൻഡ് ഉള്ളവർക്ക് ആ ഒരു വൈഫൈ ലഭിക്കും എന്നുള്ള ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണ് ഈ സർവത്ര പദ്ധതി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ലോഗിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണിത് ഇതിൻ്റെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കിന്ന് വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ വീട്ടിൽ നമുക്കൊരു BSNL ബ്രോഡ്ബാൻഡ് വൈഫൈ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ അവർക്കും BSNLൻ്റെ ബ്രോഡ്ബാൻഡ് വൈഫൈ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും BSNLൻ്റെ ബ്രോഡ്ബാൻഡ് വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന, അതായത് നമ്മൾ വീട്ടിൽ നമുക്കൊരു ബ്രോഡ്ബാൻഡ് പ്ലാൻ റീചാർജ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലാനിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയാലും നമ്മൾ BSNL വൈഫൈ ഉപയോഗിക്കുന്ന ആളുകളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുണ്ടെങ്കിൽ ഓഫീസിലോ പോയാലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ, അതായത് നമ്മുടെ താരിഫിൽ തന്നെ അവരുടെ മോഡത്തിൽ നിന്ന്, അവരഴിക്കുന്ന ONEയിൽ നിന്ന് അല്ലെങ്കിൽ റൗട്ടറിൽ നിന്നിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു കണക്ഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ബില്ലിൽ നമുക്ക് അതിൻ്റെ നമ്മളെങ്ങനെയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ അതിൻ്റെ ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ ചാർജസും കാര്യങ്ങളും വരുന്നത്. അങ്ങനെ ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വൈഫൈ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീടാണ് ഈ കാണുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്കൊരു യൂസർ നെയിം, ഒരു പാസ്വേഡ് ഉണ്ടാകും. വൈഫൈക്ക് ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു സർവത്ര പോർട്ടൽ, അതായത് സർവത്രയുടെ ആ ഒരു പോർട്ടലുണ്ട്, ആ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പറും ഒരു യൂസർ നെയിമും ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വൈഫൈ, നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു പേരും വൈഫൈയുടെ ഒരു SSIDയും പാസ്വേഡും ഉണ്ട്. അതായത് സെപ്പറേറ്റ് SSID കൂടി നമ്മുടെ മോഡത്തിൽ ജനറേറ്റ് ആവും. അപ്പോൾ ആയിട്ട് ഒരു വൈഫൈയും കൂടി അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പേര് സർവത്ര BSNL വൈഫൈ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അതുവഴിയും നമുക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെ ഈ ഒരു സർവത്ര പ്ലാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും അവർ ഉപയോഗിക്കുന്ന ആ ഒരു യൂസർ നെയിം, പാസ്വേഡ്, SSID, അതായത് നിലവിലുള്ള വൈഫൈക്ക് പുറമേ ഒരു വൈഫൈയുടെ ഒരു SSID, അതായത് ഒരു വൈഫൈ കൂടി നമുക്ക് അവിടെ കൂടുതലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന, സർവത്തിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു മൊബൈൽ നമ്പറാണ് യൂസർ നെയിം നോർമലി കൊടുക്കാറ്. മൊബൈൽ നമ്പറും അല്ലെങ്കിൽ പാസ്വേഡ് വെച്ചിട്ട് നമുക്കതിനെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ആ ഒരു വൈഫൈയിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ താരിഫ് തന്നെയായിരിക്കും, പക്ഷേ ഉപയോഗിക്കുന്ന മോഡം അവരുടെ ആയിരിക്കും. അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ഓഫീസിലായിരിക്കും. അപ്പോൾ ആ ഒരു മോഡത്തിൽ നിന്നും ഈ ഒരു സെപ്പറേറ്റ് വൈഫൈ സിഗ്നൽ കാണിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് അടിച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പ്ലാൻ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയിൽ എവിടെയും സാധ്യമാകുമെന്നാണ് BSNL പറയുന്നത്. ഈ ഒരു പോർട്ടൽ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. ഇതിൻ്റെ പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഇതിനകത്ത് കയറി രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ പല തെറ്റിദ്ധാരണകൾ ഇതിനകത്ത് പുറത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലായിടത്തും റേഞ്ച് ഇനി നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയൊന്നുമില്ല. അതായത് ഇതിനകത്ത് ഈ BSNL ബ്രോഡ്ബാൻഡ്, അതായത് BSNL വൈഫൈ ബ്രോഡ്ബാൻഡ് ഉള്ള സ്ഥലങ്ങളിൽ അവർ സർവത്രയിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ സർവത്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക്, രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് എൻ്റെ മോഡത്തിൽ നിന്നും ഈ ഒരു സർവത്ര ഉപയോഗിക്കാം. സർവത്രയിൽ കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു വൈഫൈ ഉപയോഗിക്കാവുന്നുള്ളൂ. അല്ലാണ്ട് എവിടെ ചെന്നാലും ലോഗിൻ നടക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പൺ പ്ലേസുകൾ, ഈ ആക്സസ് പോയിൻ്റ്, അതായത് നമുക്ക് പബ്ലിക് പ്ലേസുകളായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള പബ്ലിക് പ്ലേസുകളിലൊക്കെ ഓൾറെഡി ഇപ്പോഴത്തുള്ള ഗവൺമെൻറ് വൈഫൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ BSNL ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സർവത്ര ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് നമ്മുടെ ഇതേ പ്ലാനിൽ, അതായത് ഇതേ സ്പീഡിൽ നമുക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് വർദ്ധിക്കുന്നതല്ല, റേഞ്ച് വർദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മൾ പോകുന്നിടത്തൊക്കെ വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ കയറി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വീട്ടിൽ തന്നെ വീട്ടിലൊരാൾ സർവത്ര ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വൈഫൈക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം അവരുടെ വീട്ടിലായിരിക്കും ആ ഒരു ONE ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം റേഞ്ച് അതിൻ്റെ പുറത്തോട്ട് വന്നെങ്കിലാണ് നമുക്ക് അവിടെ വഴിയിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും വൈഫൈ റേഞ്ച് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഇതിനകത്തുള്ളത്. അതായത് എവിടെ ചെന്നാലും അവിടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഓഫീസുകളിലായാലും വീട്ടിലായാലും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലായാലും അവിടെയൊക്കെ ഈ ഒരു സർവത്ര രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് BSNL കണക്ഷൻ ആയാൽ മാത്രം പോരാ, സർവത്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ താരിഫ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിനകത്തൊരു മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത് പറയുന്നത്,
പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി കൺസേണൊക്കെ ബി എസ് എൻ എല്ലിൻ്റെ ഇതുവരെയുള്ള അവർ പറയുന്നത് എല്ലാം സെക്യൂരിറ്റിയൊക്കെ ശക്തമാണ്. കാരണം ഇങ്ങനെ ഒരു പബ്ലിക് വൈഫൈ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിലും ഒക്കെ ഇതുപോലെ ഒരു നമ്മളൊരു ലോഗിൻ പേര് യൂസർ നെയിം അടിച്ച് കയറുമ്പോൾ അതിനുള്ളൊരു പബ്ലിക്കായിട്ടുള്ള ഒരു എക്സ്പോസ് ആവാനുള്ള നമ്മുടെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ അതൊക്കെ സെക്യൂരിറ്റി എല്ലാം പക്കയാക്കിയിട്ടുണ്ട്, അതായത് വളരെ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് BSNL ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ രണ്ടാമത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ്, അതായത് നമ്മുടെ വൈഫൈന്നും ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ വൈഫൈന്നും വന്നവരെല്ലാവരും ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കാത്ത ആൾക്കാർ ഈ സർവ്വത്രയിൽ കയറി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഹാങ് ആവില്ലേ അല്ലെങ്കിൽ ലോഡ് കൂടില്ലേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമുക്ക് വരും. നമ്മൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അത്തരം പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യും. ഇപ്പോൾ നമുക്കിത് മനസ്സിലായത്തോടത്തോളം അത്യാവശ്യം നമ്മുടെ സ്പീഡ് അനുസരിച്ച് തന്നെ അത്യാവശ്യം എല്ലാത്തും നല്ല സ്പീഡുകൾ ഈ പോർട്ടലിൽ കയറിയാൽ നമുക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. സോ അതാണ് ഒരു സർവത്ര BSNL വൈഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാമെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റുള്ളവർക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒക്കെ ഈ ഒരു കമൻറ്റ് ബോക്സ് ഉപകാരമാവും. അപ്പോൾ ഇതാണ് BSNLൻ്റെ പുതിയ പദ്ധതിയായിട്ടുള്ള സർവത്ര BSNL എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ചില തെറ്റിദ്ധാരണകളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട്, അതായത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതും CCTV റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്